ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള വെറും 10 മിനിറ്റ് മാത്രം മതി. 10 മിനിറ്റിൽ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസ റെസിപ്പിയാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട്. മാത്രമല്ല നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണം അതിനനുസരിച്ചാണ് എടുക്കേണ്ടുന്നത്. ഞാൻ ഈ ഒരളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 20 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കണം. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് പാല് ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ പാല് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോഴാണ് നമുക്കിത് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. വെള്ളം ചേർക്കരുത്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 പഴമാണ്. ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പഴം മാത്രം മതി ഇത്രയും അളവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ റോബസ്റ്റ പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ പൂവമ്പഴം എടുത്താലും മതി കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസ് കൂടി നമുക്കിതിലേക്ക് ഇടാം. എന്നിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് വേർത്ത് വരുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി ആ നെയ്യിലൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അധിക സമയമൊന്നും എടുക്കില്ല, വളരെ കുറച്ച് സമയം മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നെയ്യൊക്കെ കുറച്ചൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം, വളരെ കുറച്ച് സമയം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബനാനയുടെയൊക്കെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പതുക്കെ വളരെ കുറച്ച് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കരുത്, അപ്പോൾ നമുക്കതിൽ കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആയാൽ മതി. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ചവരി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഡേറ്റ്സും എല്ലാം ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന വരെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. അത് ചേർത്തിട്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്, ബാക്കി പിന്നീട് ചേർക്കാം.
അപ്പോൾ നമുക്ക് ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഴത്തിനായാലും അതുപോലെ തന്നെ ഡേറ്റ്സിനായാലും മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ബാക്കി 1/2 കപ്പ് പാൽ കൂടി ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് 1.5 കപ്പ് പാലാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കുറച്ച് പഞ്ചസാര കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാര ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ പഞ്ചസാരയുടെ അളവ് വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മധുരം നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരും. ആ സമയം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ നെയ്യൊക്കെ എങ്ങനെ തെളിഞ്ഞ് വരുന്നത് പോലെ നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും, വളരെ ടേസ്റ്റി ആയിട്ടും കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പായസം ഏകദേശമൊക്കെ ഇന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കണം കേട്ടോ. ഇത് ഇരുന്ന് നമ്മൾ ചവരിയൊക്കെയല്ലേ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇരുന്നാൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ കുറുകി വരും, ഒന്നും കൂടി ഒന്ന് കട്ടിയായി വരും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, അതൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. മാത്രമല്ല ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഥമനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അടപ്രഥമനോ മറ്റെന്ത് പ്രഥമനായാലും അതിനേക്കാട്ടിലും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു പായസം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു, ബൈ.